പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഒരു ജനവിഭാഗത്തിന് ഉയർച്ച നൽകും, മറ്റൊരു വിഭാഗത്തിന് താഴ്ചയും നൽകും. നമ്മുടെ റിഫഅത്ത്, നമ്മുടെ ഉയർച്ചയുടെ മാനദണ്ഡമായി നിലകൊള്ളുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ തന്നെ സൂറത്തുൽ ബഖറയെങ്കിലും, ഇനി മുഴുവൻ പഠിക്കാൻ പറ്റാത്തവര് സൂറത്തുൽ ബഖറയെങ്കിലും മുഴുവൻ ഹിഫ്ളാക്കാനും അതിന്റെ അർത്ഥവും ആശയവും നിരന്തരം ജീവിതത്തിൽ വായിക്കാനും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വീട്ടിലെ ബറക്കത്ത് സൂറത്തുൽ ബഖറയിലൂടെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന അഖ്ദഹ ബറക, സൂറത്തുൽ ബഖറ പഠിക്കൽ ബറക്കത്താണെന്നാണ്. വതർക്കഹ ഹസറ, സൂറത്തുൽ ബഖറയെ ഉപേക്ഷിക്കുന്നത് വലിയ നഷ്ടമാണ് എന്നാണ്. വലാ യസ്തതീഉഹൽ ബതല, സാഹിറുകളോ കണ്ണേറുകാരോ അതുപോലുള്ള ആളുകളോ സൂറത്തുൽ ബഖറ പഠിച്ച ഒരാളെ പ്രയാസപ്പെടുത്തൂല എന്നാണ്. ഹുനൈൻ യുദ്ധ സന്ദർഭത്തിൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ ഇത്രയും ആളുകളെ കണ്ടപ്പോൾ വിശ്വാസികൾ ഉറപ്പിച്ചു, 300ഓളം ആളുകൾ ബദറിലുണ്ടായിട്ട് 1000ഓളം ആളുകളെ തോൽപ്പിച്ച നമുക്ക് ഇത്രയും എണ്ണമുണ്ടെങ്കിൽ സത്യനിഷേധികളെ പരാജയപ്പെടുത്തൽ ഒരു പ്രശ്നമേ അല്ല എന്ന് സ്വാഭാവികമായും അവർ വിചാരിച്ചു. പക്ഷേ അന്ന് മുസ്ലിം സൈന്യം പിന്തിരിഞ്ഞോടിയെന്നാണ്. കാരണം അള്ളാഹു അവരെ പരീക്ഷിക്കാൻ വിചാരിച്ചു, അവർക്കൊരു ഗുണപാഠം നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചു. എല്ലാവരും പിന്തിരിഞ്ഞോടിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവരെ എങ്ങനെയാ വിളിച്ചതെന്ന് അറിയുമോ? യാ അസ്ഹാബ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ ആളുകളെ തിരിഞ്ഞു വരൂ എന്നാണ് പറഞ്ഞത്. സൂറത്തുൽ ബഖറയുടെ ആളുകളെ ഓടല്ലേ, യുദ്ധമുഖത്തുറച്ചു നിൽക്കൂ. ഇത് കേട്ടപ്പോഴാണ് സഹാബികൾ അവിടെ നിന്നതെന്നാണ്. കാരണം സൂറത്തുൽ ബഖറ പഠിച്ച ഒരാള് ഭയങ്കരമായ ഹുജ്ജത്തും ധൈര്യവും തൻ്റെടവുമുള്ള ആളായിരിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ആളുകളുള്ള ഗ്രൂപ്പാണെങ്കിലും സൂറത്തുൽ ബഖറ പഠിച്ചത് ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ ഇമാമായി നിർത്തിയിരുന്നു എന്നാണ്. ഇവനെ ഇമാമാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു എന്നാണ്. എന്താ കാരണം? സൂറത്തുൽ ബഖറ പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറ പഠിച്ചവർ സമൂഹത്തിൽ റിഫഅത്തുള്ളവരാണ്, അള്ളാഹുവിന്റെ അടുക്കലും ഉയർച്ചയുള്ളവരാണ്. എല്ലാത്തിനും ഒരു സലാമുണ്ട്. ഖുർആനിന്റെ സലാം ഉയർന്നു നിൽക്കുന്ന ഭാഗം സൂറത്തുൽ ബഖറയാണ്. അത് പഠിച്ചവനും ഒരു ഉയർച്ച ഉണ്ടാകും. പിന്നെ പരിശുദ്ധ ഖുർആൻ മുഴുവൻ പഠിച്ച അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളുടെ ഉയർച്ചയെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് റിഫഅത്തിനെ തേടുന്നവർ ഖുർആനിനെ മുറുകെ പിടിക്കുക. എസ്പെഷ്യലി സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും ഒക്കെ വളരെ ഗാംഭീര്യമേറിയ അധ്യായങ്ങളാണ്. ജീവിതത്തിൽ പലതിനും വേണ്ടി സമയം കളയുന്നതിന് പകരം സൂറത്തുൽ ബഖറ അത് തഫ്സീർ സഹിതം വായിക്കുക, നിരന്തരം വായിക്കുക, നിരന്തരമായി വായിക്കുക. ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അറിവിൽ ഇങ്ങനെ വർധനവുണ്ടാകും. അപ്പോൾ ഈമാനിൽ വർധനവുണ്ടാകും. ഈമാനിൽ വർധനവുണ്ടാകുന്നതിനനുസരിച്ച് തവക്കുലിൽ വർധനവുണ്ടാകും. തവക്കുലിൽ വർധനവുണ്ടാകുന്നതിനനുസരിച്ച് ധൈര്യമുണ്ടാകും. ധൈര്യം കൂടുന്നതിനനുസരിച്ച് സബാത്ത് ഉണ്ടാകും. സബാത്തിനനുസരിച്ച് ഈ ലോകത്തും ഖബറിലും പരലോകത്തും ഉറച്ചു നിൽക്കാൻ കഴിയുകയും ചെയ്യും.